നമ്മൾ കഴിഞ്ഞ ദിവസം ഇലക്ട്രോ കെമിസ്ട്രിയുടെ നേംസ് ഇക്വേഷൻ ഫോർ ഇ എം എഫ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ ഇ എം എഫുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഡാനിയൽ സെല്ലിൻ്റെ നേംസ് ഇക്വേഷൻ നമ്മൾ ചെയ്തു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡാനിയൽ സെല്ലിൻ്റെ. ഇനി ഇ എം എഫുമായി ബന്ധപ്പെടുത്തി വേറെ 3 ചോദ്യങ്ങൾ ഞാൻ ചെയ്യുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഡാനിയൽ സെല്ലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇനി നമ്മൾ 3 ചോദ്യങ്ങൾ. ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഒരു സെൽ റെപ്രസെന്റേഷൻ തന്നിട്ട് അതിന്റെ ഇ എം എഫ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. സെൽ എന്താണ്? സെൽ റെപ്രസെന്റേഷൻ ആയിരിക്കും നമുക്ക് തരുന്നത്. അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നേംസ് ഇക്വേഷന്റെ ഇ എം എഫ് കാൽക്കുലേറ്റ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് ചെയ്യാം. AL ബാർ AL3 പ്ലസ് ഡബിൾ ബാർ AG പ്ലസ് ബാർ AG എന്ന് പറയുന്ന സമവാക്യം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആദ്യം നമ്മൾ ഇ എം എഫ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം? പ്രോഡക്റ്റും അറിയണം, റിയാക്റ്റന്റും അറിയണം. അപ്പൊ ഈ സെൽ റെപ്രസെന്റേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? റിയാക്റ്റന്റും പ്രോഡക്റ്റും കണ്ടുപിടിക്കാൻ പോകണം. അപ്പൊ ആനോഡിലുള്ള റിയാക്ഷൻ നമ്മൾ എഴുതും. ആനോഡിലായിരിക്കും ഇവിടെ ഫസ്റ്റ് ചോദ്യം ചെയ്യുന്നത്. ആനോഡിലായിരിക്കും AL ബാർ AL3. അപ്പൊ AL ഗീവ്സ് എന്താ? AL3 പ്ലസ് പ്ലസ് എത്ര ഇലക്ട്രോൺ? 3 ഇലക്ട്രോൺ. ഓക്കെ, അടുത്ത എന്തായിരിക്കും? കാഥോഡിലായിരിക്കും. കാഥോഡില് ഏതായിരിക്കും? AG പ്ലസ് ബാർ AG ആണ്. അപ്പോൾ AG പ്ലസ് പ്ലസ് 1 ഇലക്ട്രോൺസ് ഗീവ്സ് AG ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെ 1 ഇലക്ട്രോൺ, ഇവിടെ 3 ഇലക്ട്രോൺ. ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആക്കണം. സെയിം ആക്കണമെങ്കിൽ ഈ ഇക്വേഷൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് നമുക്കറിയാം. അപ്പൊ എങ്ങനെ എഴുതാം? 3 AG പ്ലസ് പ്ലസ് 3 ഇലക്ട്രോൺസ് ഗീവ്സ് 3 AG. ഓക്കെ, ഇനി അടിയിൽ വരയിടുക. ഓവറോൾ റിയാക്ഷൻ. ഈ 3 ഇലക്ട്രോണും ഈ 3 ഇലക്ട്രോണും ക്യാൻസൽ ചെയ്യും. ബാക്കി ആരാണുള്ളത്? AL പ്ലസ് 3 AG പ്ലസ് ഗീവ്സ് പ്രോഡക്റ്റ് എന്തായിരിക്കും? AL3 പ്ലസ് പ്ലസ് 3 AG. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിന്റെ ഇ എം എഫ് കണ്ടുപിടിക്കും. അപ്പോൾ സംശയമില്ലല്ലോ, ഒരിക്കലും പറയാം. ഒരു സെൽ റെപ്രസെന്റേഷൻ തരും. ആ സെൽ റെപ്രസെന്റേഷനിൽ നിന്ന് നേംസ് ഇക്വേഷന്റെ ഇ എം എഫ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ സെൽ റെപ്രസെന്റേഷൻ ആയതുകൊണ്ട് ആനോഡ് റിയാക്ഷൻ വേണം, കാഥോഡ് റിയാക്ഷൻ വേണം, ഓവറോൾ റിയാക്ഷൻ വേണം. എങ്കിലേ നമുക്ക് ഇ എം എഫ് കണ്ടുപിടിക്കണമെങ്കിൽ പ്രോഡക്റ്റും റിയാക്റ്റന്റും അറിയണം. അതുകൊണ്ടാണ് ആനോഡ് റിയാക്ഷൻ എഴുതിയത്, കാഥോഡ് റിയാക്ഷൻ എഴുതിയത്, ഓവറോൾ റിയാക്ഷൻ. ഇനി നമുക്ക് എന്റെ സെൽ ഇ എം എഫ് കണ്ടുപിടിച്ചത് എന്താ സമവാക്യം? ഇ സെൽ സമം എങ്ങനെ എഴുതാം? E0 സെൽ മൈനസ് എന്താ? 0.0591 ബൈ എത്രയായിരിക്കും? 3 അല്ലേ? അതിന്റെ നമ്പർ ഓഫ് മോൾസ് ലോഗ് പ്രോഡക്റ്റ് ബൈ റിയാക്ഷൻ. പ്രോഡക്റ്റ് തന്നെ ഇപ്പൊ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് AL3 പ്ലസ് മോള് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് 3 AG ആണ്. അപ്പൊ AG റൈസ് ടു 3 divided by reactant concentration of AL into 3 AG plus alpha concentration of AG plus rise to 3. ഒരിക്കലും പറയാം. E cell സമം E0 cell minus 0.0591 by 3 log product by reactant. ഇതാണ് പ്രോഡക്റ്റ്. അപ്പോൾ log concentration of AL rise to 3 plus and concentration 3 AG ആണ്. അപ്പോൾ concentration of AG rise to 3 divided by concentration of AL into concentration of AG plus rise to 3. ഇത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് ഓർക്കുകയാണ് എന്തായിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് AGയും കോൺസെൻട്രേഷൻ ഓഫ് ALഉം എന്ത് സ്റ്റേറ്റിലാണ്? സോളിഡ് സ്റ്റേറ്റിലായതുകൊണ്ട് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ എങ്ങനെ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാം? ഇ സെൽ സമം എങ്ങനെ എഴുതാം? E0 സെൽ മൈനസ് 0.0591 by 3 log concentration of AL rise to 3 plus divided by concentration of AG plus rise to 3. ഇതാണ് ഈ സെൽ റെപ്രസെന്റേഷന്റെ നേംസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ പറയാം. സെൽ റെപ്രസെന്റേഷൻ തന്നിട്ട് നേംസ് ഇക്വേഷന്റെ ഇ എം എഫ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ആ സെൽ റെപ്രസെന്റേഷനിൽ നിന്നും ആനോഡ് റിയാക്ഷൻ വേണം, കാഥോഡ് റിയാക്ഷൻ വേണം, ഓവറോൾ റിയാക്ഷൻ വേണം. ഈ ഓവറോൾ റിയാക്ഷൻ ഉണ്ടെങ്കിലേ നമുക്ക് പ്രോഡക്റ്റും റിയാക്റ്റന്റും എഴുതാൻ സാധിക്കും. അപ്പോൾ ഓവറോൾ റിയാക്ഷൻ എഴുതിയതിനു ശേഷം പിന്നെ നേംസ് ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് E സെൽ സമം E0 സെൽ മൈനസ് ഇങ്ങനെ
0.0591/3 log product by reactant. ഓക്കെ, സംശയമില്ലല്ലോ. ഇനി നമ്മൾ രണ്ട് ടേമുകളെ വണ്ണാക്കി എടുക്കുന്നു. അതെന്തായിരിക്കും? ഇത് രണ്ട് എണ്ണവും സോളിഡ് സ്റ്റേറ്റിലായതുകൊണ്ടാണ് വണ്ണായിട്ട് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഫൈനൽ ഇക്വേഷൻ വരാൻ ഇ സെൽ സമം E0 സെൽ മൈനസ് 0.0591/3 log concentration of Al 3 plus divided by concentration of Ag plus raised to 3. ആദ്യത്തെ ചോദ്യം നമ്മൾ ചെയ്തു. ഇത് നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതി വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം ഞാൻ ചെയ്യാൻ പോവുകയാണ്. അടുത്ത ചോദ്യം എന്താണ് പറയുന്നത്? mg bar mg2 plus double bar ag plus bar ag. ആദ്യത്തെ ചെയ്യാൻ പറയാമെങ്കിൽ ഇത് ചെയ്യാൻ ഒരു പ്രയാസവുമില്ല. നമ്മൾ ആദ്യം എന്ത് എഴുതും? രണ്ടാമത്തെ ചോദ്യത്തിൽ ആനോഡ് റിയാക്ഷൻ എന്തായിരിക്കും? mg bar. അപ്പൊ mg gives mg2 plus plus എന്ത് ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ. ഓക്കെ, ഇനി കാഥോഡിൽ ആരായിരിക്കും? ഇവിടെ കാഥോഡിൽ എന്താ Ag പ്ലസ്. അപ്പൊ അങ്ങനെ Ag പ്ലസ് പ്ലസ് 1 ഇലക്ട്രോൺസ് ഗീവ്സ് Ag. ഓക്കെ, സംശയമില്ലല്ലോ. ഇനി രണ്ടിലും ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആക്കണം. ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ രണ്ട് ഇലക്ട്രോൺ. അപ്പൊ ഇക്വേഷന് 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പൊ എങ്ങനെ ഇക്വേഷൻ വരാം? 2Ag പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺസ് ഗീവ്സ് 2Ag. ക്ലിയർ? നേരത്തെ ചെയ്തതുപോലെയല്ല, ഈ 2 ഇലക്ട്രോണും ഈ 2 ഇലക്ട്രോണും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താണ് വരുന്നത്? mg പ്ലസ് എന്താ 2Ag പ്ലസ് ഗീവ്സ് mg2 പ്ലസ് പ്ലസ് 2Ag. സംശയമില്ലല്ലോ. സെൽ റെപ്രസെന്റേഷനിൽ നിന്ന് എഴുതി ആനോഡ് റിയാക്ഷൻ എഴുതി, കാഥോഡ് റിയാക്ഷൻ എഴുതി. കാഥോഡിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആക്കാൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്ത് ഓവറോൾ റിയാക്ഷൻ കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ സെൽ EMF കണ്ടുപിടിച്ചൂടെ? എന്താ സമവാക്യം? ഇ സെൽ സമം നേരത്തെ പോലെ തന്നെ E0 സെൽ മൈനസ് എന്താ 0.0591/2 ലോഗ് പ്രോഡക്റ്റ് ഏതായിരിക്കും? ലോഗ് mg2 പ്ലസ് ഡിവൈഡഡ് ബൈ 2Ag ആണ്. അപ്പൊ Ag റൈസ് ടു 2 ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് ഏതാ? കോൺസെൻട്രേഷൻ ഓഫ് mg into 2Ag plus alpha concentration of Ag plus raised to 2. Clear? Product by reactant. ഇനി രണ്ട് ടേബിളുകൾ സോളിഡ് സ്റ്റേറ്റ് ആയിരിക്കും. അതൊക്കെ ആയിരിക്കും concentration of Ag സമം concentration of mg that is equal to 1 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യാം? E സെൽ സമം എങ്ങനെ എഴുതാം? E0 സെൽ മൈനസ് എങ്ങനെ 0.0591/2 ലോഗ് ബാക്കി കളയാൻ കോൺസെൻട്രേഷൻ ഓഫ് mg2 പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് റൈസ് ടു 2. ഇതാണ് നമ്മൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിൽ സെൽ EMF ആണ് തന്നിട്ടുള്ള. അതിനകത്ത് എന്തെങ്കിലും ആനോഡ് റിയാക്ഷൻ, കാഥോഡ് റിയാക്ഷൻ, ഓവറോൾ റിയാക്ഷൻ, അതിനുശേഷം അതിന്റെ നെയിംസ് ഇക്വേഷൻ ചെയ്യും. ഓക്കെ, സംശയമില്ല. രണ്ട് ടേമുകൾ സോൾഡ് ആയതുകൊണ്ടാണ് വന്നത്. ഓക്കെ, ക്ലിയർ? ഇനി മൂന്നാമത്തെ ചോദ്യം ചെയ്യുകയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ചോദ്യം ഏതാണ്? Zn ബാർ Zn2 പ്ലസ് ഡബിൾ ബാർ Cu2 പ്ലസ് ബാർ C. ഇതിൽ നമുക്ക് ആനോഡ് റിയാക്ഷൻ എന്തായിരിക്കും? ഇവിടെ ആനോഡ് റിയാക്ഷൻ എങ്ങനെയാണ്? Zn gives Zn2 പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺ. ഓക്കെ, കാഥോഡ് റിയാക്ഷൻ എന്തായിരിക്കും? കാഥോഡ് റിയാക്ഷൻ നമുക്കറിയാം എന്താ? Cu2 പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺസ് ഗീവ്സ് C. ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യേണ്ട കാര്യമില്ല. ഇലക്ട്രോൺസിന്റെ എണ്ണം ഓൾറെഡി എന്താണ്? സെയിം ആണ്. അപ്പൊ ഈ 2 ഇലക്ട്രോണും ഈ 2 ഇലക്ട്രോണും ക്യാൻസൽ ചെയ്യാം. നമുക്ക് ഓവറോൾ റിയാക്ഷൻ ചെയ്യുന്ന Zn പ്ലസ് Cu2 പ്ലസ് ഗീവ്സ് Zn2 പ്ലസ് പ്ലസ് C. ഇത് നമുക്ക് എന്താ സെൽ EMF കണ്ടുപിടിച്ചൂടെ? എങ്ങനെ എഴുതാം? E സെൽ സമം എങ്ങനെ എഴുതാം? E0 സെൽ മൈനസ് 0.0591/2 ലോഗ് പ്രോഡക്റ്റ് എന്തായിരിക്കും? ലോഗ് concentration of Zn2 plus into concentration of Cu divided by concentration of Zn into concentration of Cu2 plus. ഇവിടെ രണ്ട് ടേമുകൾ സോളിഡിലായിരിക്കും. therefore ഏതാ? concentration of Cu സമം concentration of Zn that is equal to 1. നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? ഫൈനൽ ഇക്വേഷൻ E സെൽ സമം എങ്ങനെ എഴുതാം? E0 സെൽ മൈനസ്
0.0591/2 log concentration of Zn2 plus divided by concentration of CO2 plus. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം നമുക്ക് എങ്ങനെ തരാം? ഡാനിയൽ സെൽ എന്ന് നമുക്ക് ചോദിക്കാം, അല്ലാതെ എങ്ങനെയും ചോദിക്കാം. ഒരു സെൽ റെപ്രസെന്റേഷൻ തന്നിട്ട് അതിന്റെ എന്ത് എഴുതാനാണ്? നെയിംസ്റ്റ് ഇക്വേഷൻ ഫോർ EMF എഴുതാനാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ നെയിംസ്റ്റ് ഇക്വേഷൻ ആണ് നെയിംസ്റ്റ് ഇക്വേഷൻ ഫോർ EMF എന്ന് പറയുന്നത്. മൊത്തത്തിൽ നമ്മൾ 4 ചോദ്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഈ 4 ചോദ്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. രണ്ടാമത്തെ നെയിംസ്റ്റ് ഇക്വേഷൻ ആണ് കഴിഞ്ഞത്. ഇനി ഒരു നെയിംസ്റ്റ് ഇക്വേഷൻ കൂടിയാണുള്ളത്. ഏതാ? നെയിംസ്റ്റ് ഇക്വേഷൻ ഫോർ EMF. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.